അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കരിമീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത്. കരിമീൻ പൊള്ളിച്ചതെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതുപോലെ തന്നെ ആവലിയും പിന്നെ മറ്റേ ഗൾഫിലൊക്കെ കിട്ടുന്ന ചേരിമീൻ എന്ന് പറയുന്നത് ആ മീൻ കൊണ്ടും എല്ലാം ഉണ്ടാക്കാം. ഞാനിത് ഇലയിൽ പൊതിഞ്ഞിട്ട് ഉണ്ടാക്കുന്നത്. ഇല കിട്ടാത്തവർക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കരിമീൻ പൊള്ളിക്കാൻ വേണ്ടി 2 കരിമീൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കരിമീനാണ്. വലിയ കരിമീനാണെങ്കിൽ വളരെ നന്നാവും. ഞാനത് ഇതുപോലെ വരിയിട്ടിട്ടുണ്ട്. ഇനി ഇതിന് പുരട്ടാൻ വേണ്ടി നമുക്ക് മസാല ഉണ്ടാക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് വെച്ച് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മുടെ കരിമീൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കാം. ഇനി മറ്റേ ഭാഗം ഈ ഭാഗം ഒന്ന് പരട്ടി കൊടുക്കാം. നല്ലപോലെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മസാല പിടിക്കാൻ വേണ്ടി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവ് ഓൺ ചെയ്ത് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നല്ല കരിമീൻ വെച്ച് കൊടുക്കാം. ഇത് ഫുൾ ഫ്ലെയിമിലാണ് പൊരിച്ചെടുക്കേണ്ടത്. മുറിച്ചെടുക്കാം. 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഒരു ഭാഗം വേവിച്ചു. പിന്നെ മറ്റേ ഭാഗം 1 മിനിറ്റ് വേവിച്ചെടുക്കാം. പുറമൊന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഉള്ളിൽ വേവണമെന്നില്ല. നമ്മൾ പൊള്ളിക്കുമ്പോൾ മസാലയൊക്കെ പറ്റി വേവിക്കുമ്പോൾ അത് വെന്തോളും. ഞാൻ ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. എന്നാൽ പെട്ടെന്ന് ആയിക്കിട്ടും. ഫുൾ എണ്ണയിൽ ഓയിലിൽ പൊരിച്ചെടുക്കാൻ പറ്റും. സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് മസാല റെഡിയാക്കാം. മസാലയൊക്കെ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ വെച്ച് കൊടുക്കുക. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു വലിയ ഉള്ളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്തെടുക്കുന്നത്. ഇത് ചെറിയ ഉള്ളി ആണെങ്കിലാണ് നല്ല. ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത്. സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി ബ്രൗൺ ആയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണ് പച്ചമുളക്. എന്നാൽ ഇതുപോലെ നല്ലപോലെ ബ്രൗൺ ആക്കിയെടുക്കുക. ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് ഇളക്കി ബ്രൗൺ ആക്കിയെടുക്കുക. ഇതിലേക്ക് മറ്റുള്ള മസാല ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം സ്ലോ ചെയ്തിന്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് കരിഞ്ഞു പോകും. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മീൻ മസാല. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ
2 മീഡിയം സൈസ് തക്കാളി മുറിച്ചത് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കാം. മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരും. മസാലയൊക്കെ ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വന്ന്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് പിരിഞ്ഞു പോകും. സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പാവാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് നമ്മളെ കരിമീൻ്റെ മേലെ ഇത് തേച്ച് പിടിപ്പിച്ച് കരിമീൻ പൊള്ളിച്ചെടുക്കാം. ഇല വാട്ടിയെടുക്കാം. സ്റ്റൗ ഓണാക്കിയിട്ട് ഇതിൻ്റെ മേലെ നിന്ന് ഇതുപോലെ ഇങ്ങനെ ചൂടാക്കി വാട്ടിയെടുക്കാം. വാട്ടാഞ്ഞാൽ പെട്ടെന്ന് ഇത് പൊട്ടിപ്പോകല. ചെറിയ പീസ് ഇല വെക്കാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മസാല കുറച്ചിട്ട് കൊടുക്കാം. മസാല ഇതുപോലെ നല്ലപോലെ പരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ഇവിടെ കരിമീൻ എടുത്ത് വെച്ച് കൊടുക്കുക. ഇത് ചെറിയ കരിമീൻ എന്നിട്ടാ. വലുതാകുമ്പോൾ ഞാൻ എടുത്ത മസാല 2ന് കണക്കായിരിക്കും. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും നല്ലപോലെ ആണ് മസാല. ഇതെല്ലാം മടക്കി കൊടുക്കാം. ഇതുപോലെ നല്ല മടക്കി ഇത് ഇങ്ങോട്ടേക്കും മടക്കാം. വാട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കീറിപ്പോവും. അപ്പോൾ ഇതുപോലെ കെട്ടിക്കൊടുക്കുക. ഇത് കെട്ടിക്കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്യൂല. അപ്പോൾ ഇത് തുറന്ന് അതിൻ്റെ മസാലയൊക്കെ പുറത്തേക്ക് പോകും. ഇതുപോലെ മറ്റേ മീനും മസാല റെഡിയാക്കട്ടെ. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കരിമീൻ വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ ഭാഗം നല്ലപോലെ ആയിട്ടുണ്ട്. ഉള്ളിലെ മസാലയൊക്കെ ആയിട്ടുണ്ടാവും. കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഒരു 2 ഭാഗം കൂടി 6 മിനിറ്റാണ് മീഡിയം ഫ്ലെയിമിൽ 6 മിനിറ്റ് വേവിച്ചിട്ട്. ഒരു ഭാഗം 3 മിനിറ്റ്, ഒരു ഭാഗം മറ്റേ ഭാഗം 3 മിനിറ്റ്, അങ്ങനെ 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മെല്ലെ തുറന്നു നോക്കാം. സൂപ്പർ, നല്ല ചൂടാ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല കരിമീൻ പൊള്ളിച്ചത് റെഡിയായി. ഒന്ന് കഴിച്ചു നോക്കാം. ഉപ്പ് മസാലയൊക്കെ നല്ല പെർഫെക്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.